ഒരാഴ്ചക്കാലം നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച. ഏവർക്കും സ്വാഗതം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ഉജ്ജ്വല വിജയവും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ TVK കുറിച്ച ചരിത്രപരമായ മുന്നേറ്റവും കേരള കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ആഗോള മലയാള സംഗമത്തിന്റെ സമാപനവുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. ഒരു പതിറ്റാണ്ട് നീണ്ട ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനവിധി UDFന് അനുകൂലമായ ഒരു വൻ തരംഗമായി മാറി. 140 അംഗ നിയമസഭയിൽ 102 സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തിയത് ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർമാർ പുലർത്തുന്ന വിവേകത്തിന്റെയും മാറ്റത്തിനായുള്ള കേരളത്തിന്റെ ആഗ്രഹത്തിന്റെയും തെളിവാണ്. UDFന്റെ ഈ വൻ വിജയത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. കഴിഞ്ഞ 2 ഭരണകാലയളവിലുണ്ടായ അഴിമതി ആരോപണങ്ങളും ഭരണനിർവഹണത്തിലെ പാളിച്ചകളും ജനങ്ങളിൽ അതൃപ്തിയുണ്ടാക്കി. പ്രത്യേകിച്ചും സംസ്ഥാനം നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിലുണ്ടായ തടസ്സം, വിലക്കയറ്റം എന്നിവ സാധാരണക്കാരെ സർക്കാരിൽ നിന്ന് അകറ്റി. ഈ പോരായ്മകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ UDF വിജയിച്ചു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി UDF ഇത്തവണ പുലർത്തിയ കെട്ടുറപ്പ് വിജയത്തിൽ നിർണായകമായി. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ പരിമിതപ്പെടുത്താനും ഘടകകക്ഷികളുമായി മികച്ച ധാരണയുണ്ടാക്കാനും മുന്നണിക്ക് സാധിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ UDF നടത്തിയ ഈ തിരിച്ചുവരവ് ജനങ്ങളുടെ പ്രതീക്ഷകളുടെ പ്രതിഫലനമാണ്. അഴിമതിരഹിതമായ ഭരണവും സുസ്ഥിരമായ സാമ്പത്തിക വികസനവുമാണ് വോട്ടർമാർ ഈ ജനവിധിയിലൂടെ ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന 5 വർഷം ജനങ്ങളുടെ ഈ വിശ്വാസം കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് പുതിയ UDF സർക്കാരിന് മുന്നിലുള്ളത്. കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്കായി ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ഈ മുന്നേറ്റത്തിന് അർത്ഥമുണ്ടാക്കും. അതേസമയം തെരഞ്ഞെടുപ്പിൽ UDF മികച്ച വിജയം കൈവരിച്ചതോടെ സംസ്ഥാനം ഉറ്റുനോക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നാണ്. 140 അംഗ നിയമസഭയിൽ 102 സീറ്റുകൾ നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുന്ന മുന്നണിയിൽ നേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ദേശീയ തലസ്ഥാനമായ ദില്ലിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുതിർന്ന നേതാക്കൾ ദില്ലിയിലെത്തിയത് ഭരണസിര കേന്ദ്രങ്ങളിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് 3 കരുത്തരായ നേതാക്കളാണ്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടം നയിച്ച VD സതീശനാണ് പട്ടികയിൽ മുൻപന്തിയിലുള്ളത്. ഘടകകക്ഷികൾക്കിടയിലുള്ള സ്വീകാര്യതയും യുവാക്കൾക്കിടയിലെ സ്വാധീനവും സതീശന് അനുകൂല ഘടകങ്ങളാണ്. എന്നാൽ AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള KC വേണുഗോപാലിന്റെ പേരും സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ എന്ന പരിഗണന വേണുഗോപാലിനെ കരുത്തേകുന്നു. ഇതിനൊപ്പം തന്നെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ദീർഘകാലത്തെ ഭരണപരിചയവും മുൻനിർത്തി രമേശ് ചെന്നിത്തലയും മത്സര രംഗത്തുണ്ട്. കേരളത്തിലെ MLA-മാരുടെ താൽപര്യം അറിയുന്നതിനായി ഹൈക്കമാൻഡ് പ്രത്യേക നിരീക്ഷകരെ നിയോഗിച്ചു കഴിഞ്ഞു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുമായുള്ള ചർച്ചകൾക്ക് ശേഷമേ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. സംസ്ഥാനത്ത് വിഭാഗീയത ഉണ്ടാകാതെ ഒരു സമവായത്തിലെത്താനാണ് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയും ദില്ലിയിലെത്തി കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ്. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കപ്പുറം വിജയത്തിൽ പങ്കാളികളായ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. നിലവിൽ MP ആയ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരും. സാമ്പത്തികമായും രാഷ്ട്രീയമായും ഇതിനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ പിന്തുണ ആർക്കാണെന്നത് UDF സർക്കാരിന്റെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. കേരളത്തിലെ ജനവിധി മാറ്റത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന തിരിച്ചറിവിൽ ജനകീയനായ ഒരു ഭരണാധികാരിയെ കണ്ടെത്തുക എന്നതാണ് കോൺഗ്രസ് നേരിടുന്ന ദൗത്യം. ദില്ലിയിലെ ചർച്ചകൾ അവസാനിക്കുന്നതോടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. വ്യക്തിഗത താൽപര്യങ്ങളെക്കാൾ മുന്നണിയുടെ ഐക്യത്തിനും സംസ്ഥാനത്തിന്റെ വികസനത്തിനും മുൻഗണന നൽകുന്ന ഒരു തീരുമാനമാകും ഹൈക്കമാൻഡിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്. തമിഴ് സിനിമയിലെ ഇളയ ദളപതിയിൽ നിന്ന് തമിഴ്നാടിന്റെ തലൈവർ എന്ന പദവിയിലേക്കുള്ള വിജയുടെ യാത്ര അതിവേഗത്തിലായിരുന്നു. 2024 പാർട്ടി പ്രഖ്യാപിക്കുകയും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറുകയും ചെയ്ത വിജയ് തമിഴ് ജനത മാറ്റത്തിനായി ദഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. 234 അംഗ നിയമസഭയിൽ ഭൂരിപക്ഷത്തിനു വേണ്ട 118 എന്ന മാന്ത്രിക സംഖ്യ തികച്ചുകൊണ്ട് വിജയ് ഭരണമുറപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ തമിഴ്നാട്ടിൽ വീണ്ടും സസ്പെൻസ്.
സർക്കാരുണ്ടാക്കാൻ വിജയ് 116 MLA-മാരുടെ പിന്തുണ കത്ത് മാത്രമേ നൽകിയിട്ടുള്ളൂവെന്നും ഭൂരിപക്ഷം ഉറപ്പിക്കണമെന്നും അതില്ലാതെ സത്യപ്രതിജ്ഞ അനുവദിക്കില്ലെന്നും ഗവർണർ അറിയിച്ചതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. 116 പേരുടെ പിന്തുണ കത്തോടെയാണ് വിജയ് തമിഴ്നാട് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ടത്. VCKയുടെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണ കത്തുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് സത്യപ്രതിജ്ഞയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നും ലോക് ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. AMMK മേധാവി TTV ദിനകരൻ തന്റെ പാർട്ടി വിജയുടെ TVKയ്ക്ക് പിന്തുണ നൽകിയിട്ടില്ലെന്നും NDAയിൽ തന്നെ തുടരുകയാണെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ നിയുക്ത MLA-യും മന്നാർഗുഡി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന S കാമരാജ് TVKയ്ക്ക് പിന്തുണ നൽകിയതായുള്ള റിപ്പോർട്ടുകൾ ദിനകരൻ തള്ളിയതുമൂലമാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി TVK മാറിയെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 118 സീറ്റുകൾ എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല. എന്നാൽ BJP-യെയും DMK-യെയും ഒരുപോലെ എതിർക്കുന്ന ചെറു പാർട്ടികളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും പിന്തുണ വിജയ്ക്ക് ലഭിച്ചു. ഈ പിന്തുണയോടെ വിജയ് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. തമിഴ് മണ്ണിൽ ഇനി പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം ഉടലെടുക്കുമെന്ന വിജയുടെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി. DMK, AIADMK ഭരണങ്ങളിൽ മടുത്ത യുവതലമുറയാണ് വിജയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന ശക്തി. അഴിമതി വിരുദ്ധ നിലപാടുകളും തമിഴ് സ്വത്വത്തിന് നൽകിയ പ്രാധാന്യവും ജനങ്ങളെ ആകർഷിച്ചു. അതേസമയം ഭരണപരിചയമില്ലാത്ത ഒരു നേതൃത്വം എന്ന നിലയിൽ വിജയ്ക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. കടക്കിണിയിലായ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉയർത്തുക, വാഗ്ദാനം ചെയ്ത ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്നിവയാണ് പ്രധാന ദൗത്യങ്ങൾ. എങ്കിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുന്ന വിജയ് തമിഴ്നാടിന് പുതിയൊരു ദിശാബോധം നൽകുമെന്നാണ് ആരാധകരും അനുയായികളും പ്രതീക്ഷിക്കുന്നത്. MGR-നും ജയലളിതയ്ക്കും ശേഷം വെള്ളിത്തിരയിൽ നിന്ന് കോട്ടയിലേക്ക് നടന്നു കയറുന്ന ജനപ്രിയ നായകനായി വിജയ് മാറി. 118 MLA-മാരുടെ പിന്തുണയോടെയുള്ള ഈ സർക്കാർ രൂപീകരണം തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു മൂന്നാം ബദലിന്റെ ഉദയമാണ്. കേരള കത്തോലിക്ക സഭയുടെ ആത്മീയ ചരിത്രത്തിൽ നിർണായകമായ വഴിത്തിരിവായിരുന്നു കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിന്റെ ആഗമനം. 1976-ൽ കോഴിക്കോട് ക്രൈസ്റ്റ് കോളേജിൽ നടന്ന ആദ്യ ധ്യാനത്തിലൂടെ വിതയ്ക്കപ്പെട്ട ആത്മീയ വിത്ത് ഇന്ന് 50 വർഷങ്ങൾ പിന്നിടുന്നു. ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ആഗോള മലയാളി സംഗമം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിച്ചു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. വിശ്വാസികളെ വെറും ആചാരങ്ങളിൽ ഒതുക്കാതെ സത്യവിശ്വാസത്തിലേക്കും ആഴമേറിയ ആത്മീയ അനുഭവങ്ങളിലേക്കും നയിക്കുന്നതിൽ ഈ പ്രസ്ഥാനം വഹിച്ച പങ്കിനെ അദ്ദേഹം പ്രകീർത്തിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത പ്രമുഖ പിതാക്കന്മാരുടെ സന്ദേശങ്ങൾ വിശ്വാസികൾക്ക് ആത്മീയ ഉണർവേകി. ദൈവവിളിയും ശുശ്രൂഷയും വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നും എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ സാധിക്കുമെന്നും തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഫാദർ മാത്യു തടത്തിൽ VC പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, 1994-ലാണ് ഞാൻ പട്ടം സ്വീകരിച്ചത്. പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പോട്ട ശുശ്രൂഷ ആരംഭിക്കുന്ന സമയമാണ്. ആ നാളുകളിൽ ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് പലവിധത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ വിൻസെഷൻ ആയതുകൊണ്ട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രദ്ധിച്ചിരുന്നു. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ഫീൽഡുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് റീജൻസ് ചെയ്തത്. അതുകൊണ്ട് അച്ഛനായി കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങളിലായിരിക്കും എൻ്റെ വിളി എന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ നാളുകളിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്ന് പറയുന്നത് എനിക്ക് വളരെ അലർജിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ഉത്തരം കൊടുക്കാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം ഇവിടുത്തെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ച് സെമിനാരിക്കാരുടെ ഇടയിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ആ സമയത്ത് കൃത്യമായൊരു ഉത്തരം കൊടുക്കാൻ സാധിക്കാതെ ഞാൻ പിന്മാറുന്ന ഒരു മനോഭാവത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ
അച്ഛനായതിനു ശേഷം എനിക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് പോട്ട ആശ്രമത്തിലെ അവിടുത്തെ ഫൈനാൻസ് ഓഫീസറായിട്ടാണ്. ഞാൻ അന്നാണ് ആദ്യമായിട്ട് പ്രൈസ് ദി ലോർഡ് പറയാനായിട്ട് പഠിച്ചത്. അന്ന് തുടങ്ങിയ പ്രൈസ് ദി ലോർഡ് ഇപ്പോൾ ഞാൻ 31 വർഷം വൈദിക ജീവിതത്തിൽ പിന്നിട്ടു. ഇന്ന് വരെ ഒറ്റ ദിവസം പോലും പ്രൈസ് ദി ലോർഡ് പറയാത്ത ദിവസമില്ല. അത് അനേക ആയിരം ലക്ഷങ്ങൾ പ്രൈസ് ദി ലോർഡ് പറയുന്ന വ്യക്തിയായി കഴിഞ്ഞ 31 വർഷങ്ങളായിട്ട് എന്നെ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാനമുള്ള കാര്യമാണ്. കാരണം പോട്ടയിൽ നിന്ന് ആരംഭിച്ച വചന ശുശ്രൂഷ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ 31 വർഷവും ഇന്ന് വരെ ഈ പോട്ട ഡിവൈൻ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടതല്ലാത്ത വേറൊരു ശുശ്രൂഷയും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ പോയി വീണ്ടും വരുന്നത്. അപ്പോൾ ഏതാണ്ട് 21ാമത്തെ വർഷമാണ് ഈ ഡിവൈനിൽ ശുശ്രൂഷിക്കാനായിട്ട് വീണ്ടും അവസരം കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഞാൻ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ ധ്യാനമന്ദിരവുമായി ബന്ധപ്പെട്ട കൗൺസിലറും അസിസ്റ്റൻറ്റ് പ്രൊവിൻഷ്യലൊക്കെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ പ്രൊവിൻസിൽ ഏതാണ്ട് 45ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഈ 45ഓളം ധ്യാന കേന്ദ്രങ്ങളെല്ലാം സന്ദർശിക്കാനും അതുപോലെ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ടതായ കാര്യമായതുകൊണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന ഏത് കാര്യങ്ങളെയും പെട്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ കഴിയുന്നത്ര അവിടെയൊക്കെ സഹായം നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ ഈ ധ്യാനമന്ദിരത്തിൽ ഡിവൈനിൽ ആദ്യമായിട്ട് വരുമ്പോൾ ഇവിടെ നായിക്കമ്പറച്ചനും പനക്കിലച്ഛനും വലിയൊരച്ഛനും 3 അച്ഛന്മാരുടെ കൂടെ അവരെല്ലാം വചന ശുശ്രൂഷ മേഖലകളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനും അഡ്മിനിസ്ട്രേഷൻ തലങ്ങളിൽ ഒരു കുറവുണ്ടായിരുന്നു. ആ കുറവിനെ പരിഹരിക്കാൻ തക്ക വിധത്തിൽ ദൈവം അന്ന് മുതൽ എന്നെ ഉപയോഗിച്ചു. വചന ശുശ്രൂഷയും അഡ്മിനിസ്ട്രേഷനും രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ വലിയ അറിവും കഴിവും പ്രാപ്തിയൊന്നുമില്ലാത്ത എന്നെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങളിലെ ഉപകരണമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നിലൂടെ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവത്തിന് സാധിച്ചു. ചിലപ്പോൾ ഈ ശുശ്രൂഷ മേഖലകളിൽ എനിക്ക് ഉണ്ടായി എന്ന് മറ്റുള്ളവർ കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഒരു വൈദികനെതിരെ, പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രം പോലെയുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഒരു വ്യക്തിക്കെതിരെ ഏറ്റവും വൈദികരെ താഴ്ത്തിക്കെട്ടാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് പെണ്ണുകേസ് വരിക എന്നുള്ളത്. അങ്ങനെ ഒരു പെണ്ണുകേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോഴും ആ സമയങ്ങളിലെല്ലാം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ ഉള്ളം കയ്യിൽ സ്വീകരിച്ച് ഉള്ളം കയ്യിൽ പേര് നയിക്കുന്നവരുണ്ട്. എനിക്ക് ഈ കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അന്നാ മനസ്സിലായത്. അതായത് ഉള്ളം കയ്യിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ലോകത്തിലെ ഏതൊരു വ്യക്തികൾ കുറ്റപ്പെടുത്തലിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, കളിയാക്കലിൻ്റെ, അപമാനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ കല്ല് പെറുക്കി എറിഞ്ഞാലും കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത് കൊണ്ട് കർത്താവ് ലോകത്തിൻ്റെ എവിടെ നിന്നെല്ലാം ഏറ് വരുന്നോ ആ ഏറ് വരുന്നതിനനുസരിച്ച് കർത്താവിൻ്റെ ഉള്ളം കയ്യിലായിരിക്കുന്ന ആളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. എവിടെ നിന്നെല്ലാം ഏറ് വന്നാലും അതിൽ ഒന്നും കൊള്ളിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ആ നാളുകളിൽ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പനക്കലച്ചനോടും ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും, അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അവിടെ എങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു? അപ്പോൾ അച്ഛൻ കൊടുത്തൊരു ഉത്തരവുണ്ട്, ഞങ്ങൾ നോഹിൻ്റെ പെട്ടകത്തിലായെന്ന പോലെ ഞങ്ങൾ നോഹിൻ്റെ പെട്ടകത്തിലാണ്. എന്ന് പറഞ്ഞാൽ പുറത്ത് പേമാരി വെള്ളപ്പൊക്കം എല്ലാം ഉണ്ടാവും, നോഹിൻ്റെ പെട്ടകത്തിലുള്ളവർക്ക് ഏതൊന്നും ബാധിച്ചില്ല. അതെല്ലാം ഏറ്റവും സുരക്ഷത്തിൻ്റെ അടയാളമായി, സുരക്ഷത്തിൻ്റെ സ്ഥലമായി കർത്താവ് നയിച്ചു. അപ്പോൾ എല്ലാത്തിലും ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകും. അപ്പോൾ ഈ പലവിധത്തിലുള്ള തെറ്റിദ്ധാരണകളും കുറ്റം വിധികളും ഉണ്ടാകുമ്പോൾ സാധാരണ മനുഷ്യർ ചിന്തിക്കും, എന്നാലും എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ. പക്ഷേ ഒരിക്കലും എനിക്ക് അങ്ങനെ പറഞ്ഞല്ലോ, ഇങ്ങനെയെല്ലാം കേൾക്കാനിടയായല്ലോ എന്നോർത്ത് ഒരിക്കൽ പോലും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, ഒരിക്കൽ പോലും വേദന ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം യേശു പറഞ്ഞതായ 2 കാര്യമാണ്. ഒന്ന്, യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 20-ാം തിരുവചനം,
അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ മുഖത്ത് തുപ്പിയെങ്കിൽ നിങ്ങളുടെ മുഖത്തും തുപ്പും. അവർ എനിക്കിതെല്ലാം തന്നെങ്കിൽ നിങ്ങൾക്കും തരും. അപ്പം അതുകൊണ്ട് ഈശോയ്ക്ക് ഉണ്ടായത് അത്ര ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്നോർത്തുള്ള സന്തോഷമായിരുന്നു ആ നാളുകളിൽ എനിക്കുണ്ടായിരുന്നത്. രണ്ടാമത്തെ വചനം നമുക്കറിയാം, 1 പത്രോസ് 4-ാം അധ്യായം 12-ാം തിരുവചനം. നിങ്ങളെ പരിശോധിക്കാനായിട്ട് അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ച പോലെ നിങ്ങൾ അന്താളിക്കരുത്. അതെ, ദൈവം അനുവദിക്കുന്ന ഓരോ കാര്യവും ഞാനും നിങ്ങളൊക്കെ ആനന്ദത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ദൈവം അതിലൂടെ അത്യധികം ഉയർത്തും എന്നതായ ആ വലിയ ബോധ്യം കഴിഞ്ഞ നാളുകളിലെ പൗരോഹിത്യ ശുശ്രൂഷയിൽ, വചന ശുശ്രൂഷയിൽ എനിക്ക് കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ശുശ്രൂഷ ഏതായാലും, വൈദികരുടേതായാലും സിസ്റ്റേഴ്സിൻ്റെതായാലും അൽമാരുടേതായാലും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയിൽ വളരാനായിട്ട് ദൈവം തരുന്ന വ്യത്യസ്തമായ അനുഭവത്തെ ആനന്ദത്തോടെ സ്വീകരിച്ച് ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തെ സ്തുതിച്ചാൽ ഒന്നിനും കുറവ് വരാതെ കർത്താവ് എല്ലാത്തിനും പരിപാലിക്കും, നയിക്കും എന്ന ബോധ്യമാണ് എനിക്ക് കിട്ടിയത്. ആ ബോധ്യം നിങ്ങളുടേതുമായ ഇതുപോലുള്ള അവസരത്തിൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രാർത്ഥനയും ആശംസയും. നല്ലവനായ ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രമുഖ വചനപ്രഘോഷകരുടെ സാന്നിധ്യം കൊണ്ട് സംഗമം ധന്യമായിരുന്നു. ഫാദർ മാത്യു നായ്ക്കപ്പറമ്പിൽ VC, ഫാദർ ജോർജ് പനക്കൽ VC, ഫാദർ മാത്യു തടത്തിൽ VC എന്നിവരടക്കമുള്ള വിൻസെൻഷൻ സഭയിലെ പ്രമുഖരും, ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ, ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ തുടങ്ങിയ പ്രശസ്ത വചനപ്രഘോഷകരും വിശ്വാസികൾക്ക് ആത്മീയ വെളിച്ചം പകർന്നു. സംസാരപ്രിയം, സംസാരത്തിൽ സന്തോഷം കണ്ടെത്തുന്നിടത്ത് നിങ്ങളൊരു വസന്തം ഇനി പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയ ചളവള എന്ന് പറഞ്ഞ് കുറേ സംസാരിച്ച് സന്തോഷം കണ്ടെത്തിയെന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ നിങ്ങൾക്ക് ഇത്രമാത്രമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇതിൽ കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇത്രേ നടക്കുകയുള്ളൂ. ഇതിൽ താഴ്ത്തിക്ക് പോകുന്നാൽ ഇത് മുകളിലേക്ക് വരില്ല. ഞാൻ നിങ്ങളൊരാളെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിൻ്റെ പേരാണ് ആബ മക്കാറിയൂസ്. മക്കാറിയൂസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെസർട്ട് ഫാദറാണ്. ഞാനിപ്പോൾ കുറച്ച് അങ്ങനത്തെ ചില പിതാക്കന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കരിസ്മാറ്റിക് രംഗത്തുള്ള ആളുകൾ അത് പരിചയപ്പെടണം. അങ്ങനെയുള്ള ആബ മക്കാറിയൂസ് ഒരു ദിവസം അവിടെ അദ്ദേഹം കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ തീയായി നിൽക്കുകയാണ്. അങ്ങനെ തീയായി നിൽക്കുന്ന സമയത്ത് നാട്ടിലുള്ള ഗ്രാമവാസികൾക്ക് എല്ലാം വലിയ സന്തോഷമാണ്. അപ്പോൾ ഗ്രാമവാസികളുടെ അവിടെ ഒരു പ്രശ്നമുണ്ടായി. അവിടെ ഒരു യുവതി ഗർഭിണിയായ സമയത്ത് ആ യുവതി ഇങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ കാരണം ആ മലയിലെ സന്യാസിയാണെന്ന് പറഞ്ഞു. കേട്ടപാടെ കേൾക്കാതെ നമ്മുടെ തരത്തിൽ നമ്മുടെ ഈ ഒരു പ്രത്യേക ഫനാറ്റിക് സ്വഭാവമുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാം കൊണ്ട് ഓടി വന്ന് ഈ മക്കാറിയൂസ് എന്ന് പറഞ്ഞ ഈ സന്യാസിനെ വലിച്ചിട്ട് ഇടിച്ച് ചവിട്ടി നാശാക്കി. അപ്പോൾ ഒരു യുവാവുണ്ട്. ആ യുവാവിന് ഈ മക്കാറിയൂസിൻ്റെ നല്ല കാര്യങ്ങൾ അറിയാം. ആ യുവാവ് ഓടി വന്ന് ഒരു വിധത്തിൽ അദ്ദേഹത്തെ രക്ഷിച്ച് മലയെ കൊണ്ടേ ആക്കി. മക്കാറിയൂസ് ഒരു അക്ഷരം മിണ്ടണില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറേ കാലം കഴിഞ്ഞ് ആ യുവതിക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. എന്തായാലും ശരി, അതെന്താന്ന് നോക്കണ്ട. കുറേ കാലം കഴിഞ്ഞ് ആ യുവതിയോട് അപ്പൻ ചോദിച്ച്, മോളെ ഇത് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിക്കുക, അല്ലെങ്കിൽ തുറന്നു പറ. അത് ഒരു വിഷയം അവിടെ ഉണ്ടായി. അപ്പോൾ ആ യുവതി തുറന്നു പറഞ്ഞു, എൻ്റെ ഈ ഗർഭത്തിന് കാരണം ഈ മലയിലുള്ള മക്കാറിയൂസ് അല്ല, പന്നയോ അപ്പുറത്തെ ഗ്രാമത്തിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഉടനെ ഗ്രാമവാസികളെല്ലാവരെയും വിളിച്ചുകൂട്ടി. അവർ പറഞ്ഞു, ഗ്രാമവാസികൾക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവർ പറഞ്ഞു, നമ്മുടെ സന്യാസിനെ നമ്മൾ ആദരിക്കണം. നമ്മുടെ സന്യാസി നമ്മൾ അകാരണമായി മർദ്ദിച്ചു, അകാരണമായി ദ്രോഹിച്ചു, വേദനിപ്പിച്ചു. നമ്മുടെ നാടിന് ദോഷമാണ്. അദ്ദേഹത്തെ പോയി കാണണം, ക്ഷമ പറയണം. ഇത് ചെറുപ്പക്കാരൻ അറിഞ്ഞു. ആ ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് പറഞ്ഞു, പിതാവേ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. സത്യമായും ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. പിതാവിൻ്റെ സത്യസന്ധത തെളിഞ്ഞു, പിതാവിൻ്റെ വിശുദ്ധി തെളിഞ്ഞു, പിതാവിൻ്റെ നിരപരാധിത്വം തെളിഞ്ഞു. ഗ്രാമവാസികളെല്ലാവരും ഒന്നടങ്കം ബോധ്യപ്പെട്ട് പിതാവിനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ മക്കാറിയൂസ് ആകെ വിഷമിച്ചു. അദ്ദേഹം വേഗം ഒരു ചെറിയൊരു തോൾസഞ്ചിയുണ്ട്, അതിനകത്ത് വേഗം കിട്ടിയ സാധനമൊക്കെ ഇട്ട് ക്ഷണം നേരം കൂടി എത്ര നേരത്തെ പോകാമോ അത്ര നേരത്തെ ആ മല വിട്ട് അടുത്ത മലയിലേക്ക് നദി കടന്ന് അടുത്ത മലയിലേക്ക് പോയി. അദ്ദേഹം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഗ്രാമവാസികൾ വന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന നല്ല വാക്കുകൾ കേൾക്കാനോ, അദ്ദേഹത്തിന് സത്യസന്ധത തെളിഞ്ഞതിൽ അവിടെ നിന്ന് സന്തോഷിക്കാനോ, ആ മഹത്വം സ്വീകരിക്കാനോ ഒന്നും അവിടെ നിന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പ്രകൃതം എന്താണ്?
സംസാരപ്രിയം അല്ലെങ്കിൽ സംസാരത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ പുറത്തിറങ്ങി സംസാരിക്കുന്ന സന്തോഷം മാത്രമല്ല, നമ്മളെ സത്യസന്ധതയൊക്കെ തെളിഞ്ഞ് നമ്മൾക്ക് കിട്ടുന്നൊരു അംഗീകാരം, നമുക്ക് കിട്ടുന്നൊരു ബഹുമാനം, നമ്മുടെ ഒരു നീതി, നമ്മുടെ ഒരു സാധനം, ഇതെല്ലാം കിട്ടി നമ്മൾ ദൈവം പ്രവർത്തിക്കുന്നത് പറഞ്ഞാലും സത്യത്തിൽ സാത്താൻ നമ്മുടെ കഴുത്തിൽ കൊടുക്കിട്ട് നമ്മളെ ഒന്നും അല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത്. പരസ്പരം മഹത്വം സ്വീകരിക്കാൻ നിങ്ങളിൽ നിന്ന് ഇനി എന്ത് കൂടുതൽ പ്രതീക്ഷിക്കണം? ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം നിങ്ങൾ പരസ്പരം മഹത്വം സ്വീകരിക്കുകയും അതിൽ സന്തോഷിക്കുകയും അത് കാത്തിരിക്കുകയും അത് കിട്ടിയില്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നവരാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമത്തെ ഒരു കാര്യം, അതായത് ഇങ്ങനത്തെ ഒരു പുള്ളിപ്പുലി ഉണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടണം, നിങ്ങൾക്ക് സന്തോഷം കിട്ടണം, നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ സന്തോഷം. അത് റോമാലേഖനം 14-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ടല്ലോ, ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, അത് പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൻ്റെ നമ്മളുടെ നിരപരാധിത്വം തെളിഞ്ഞു കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതല്ല നമ്മുടെ സന്തോഷം. അത് ത്യജിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ അംഗീകാരമോ അതൊക്കെ സത്യം തെളിഞ്ഞ് അവർ വന്നു കഴിയുമ്പോൾ അവരുടെ മുമ്പിൽ ഞാനൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും തന്നെ ജീവിക്കണം ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്ന് ചോദിക്കാനൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ ഈഗോയാണ് ഇതിന് പുറകിൽ നിൽക്കുന്നത്. നമ്മുടെ 99% പ്രവർത്തികളുടെയും പുറകിൽ നിൽക്കുന്നത് പരിശുദ്ധാത്മാവല്ല, ഈഗോയാണ്. ഈ പുള്ളിപ്പുലി അവിടെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ പുള്ളിപ്പുലി എന്ന് പറയുന്നത് അത് പിന്നെ നമ്മുടെ ദാനിയേലച്ചൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധിയുടെ കാര്യത്തെക്കുറിച്ച്. നമ്മുടെ എന്താ പറയേണ്ടത്, ലസ്റ്റ്, നമ്മുടെ ശരീരത്തിൻ്റെ അശുദ്ധിയുടെ കാര്യത്തെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഈ കണ്ടതിനേക്കാളൊക്കെ വലിയ അഭിഷേകങ്ങൾ ലോകത്ത് ഇനിയും വരാനിരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് എത്രയോ കത്തോലിക്ക ശുശ്രൂഷകരിലൊക്കെ വലിയ വലിയ അഭിഷേകങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. അതിലൊരു വിശുദ്ധൻ്റെ കാര്യം പറയാം. വിശുദ്ധ ബെർണാഡ് എന്ന് പറഞ്ഞാൽ അസീസി പുണ്യാളൻ്റെ ആദ്യത്തെ ശിഷ്യനായ ബെർണാഡുണ്ട്, അദ്ദേഹമല്ല മറ്റൊരു ബെർണാഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ലോക ബഹുമാനം ആഗ്രഹിച്ചിട്ടില്ല. ലോക ബഹുമാനം ഉപേക്ഷിച്ച് ജനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ലോകത്തിൽ നിന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ നിന്ന് മറഞ്ഞു പോവുകയാണ്. അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കി അവിടെ നിന്ന് വിട്ടുപോകും. അങ്ങനെ ലോകത്തിൽ നിന്ന് മറഞ്ഞു പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും, നമ്മൾ യൂട്യൂബ് ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ, നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ മൈക്ക് കൂടെ പ്രസംഗിച്ചില്ലെങ്കിൽ ദൈവരാജ്യം വളരില്ല എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തെറ്റായ ഒരു ബോധ്യമാണത്. നാം എത്രമാത്രം ലോകത്തിൽ നിന്ന് മരിക്കുന്നുവോ, നാം എത്രമാത്രം ലോകത്തിൽ നിന്ന് മറഞ്ഞ് പുറകോട്ട് പോകുന്നുവോ, അത്രമാത്രം പരിശുദ്ധാത്മാവിന്റെ ശക്തി ലോകത്തിൽ കൂടുതൽ പ്രബലപ്പെടാൻ തുടങ്ങും. വിശുദ്ധ ബെർണാഡിന്റെ ജീവചരിത്രം വായിക്കുന്ന എങ്ങനെയാണ്? വിശുദ്ധ ബെർണാഡ് ഒരു പ്രദേശത്തുകൂടെ ഇങ്ങനെ നടന്നു പോയാൽ മതി. ആ പ്രദേശത്ത് നടന്നു പോകുന്ന സമയത്ത് ആ പോകുന്ന വഴികളിലുള്ള എല്ലാ പുരുഷന്മാരും കുട്ടികളും അവര് മാനസാന്തരപ്പെട്ട് ദൈവമേ എന്ന് പറഞ്ഞ് ഹൃദയം ദൈവത്തിന് സമർപ്പിച്ച് അവർ സ്വർഗരാജ്യ വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി മിഷണറിമാരായിട്ട് പോകും. അതുകൊണ്ട് വിശുദ്ധ ബെർണാഡെങ്ങാനും ഒരു റോട്ടിലൂടെ നടക്കുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള സ്ത്രീകൾ ഓടിച്ചെന്ന് പുരുഷന്മാരെയും കുട്ടികളെയും മുറിക്കകത്തേക്ക് വാതിലിട്ട് കുറ്റിയിട്ട് പൂട്ടിയിടും. ബെർണാഡ് പോയതിന് ശേഷമേ ഇവരെ തുറന്നു വിടുകയുള്ളൂ. ലോക ചരിത്രത്തിലുണ്ടായ ഒരു അനോയിൻറ്റിങ് ആണത്. നമ്മുടെ ഈ ഫേസ്ബുക്കിലൂടെയാണ് ഇപ്പം ഇതൊക്കെ നടക്കുന്നത്. രാജ്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്രമാത്രം കർത്താവിൽ മറയുന്നുവോ, നമ്മൾ എത്രമാത്രം നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്കും നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ നമ്മുടേതായ ലോക ബഹുമാനകാംക്ഷ ഉപേക്ഷിച്ച് നമ്മൾ ലോകത്തിന് മരിക്കുന്നുവോ, അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉയർന്നു വരും. നമ്മളങ്ങനെ ലോകത്തിന് മരിക്കാതെ ലോകത്തിന് നമ്മൾ ഫ്രണ്ടിൽ നിന്നാൽ ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 736 ഖണ്ഡികയിൽ ഈ കാര്യം സഭാമാതാവ് മക്കളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 736 പാരഗ്രാഫ്, ദ മോർ വി റിനൗൺസ് അവേഴ്സെൽവ്സ് ദ മോർ വി വാക്ക് ബൈ ദ സ്പിരിറ്റ്. നാം നമ്മെ തന്നെ എത്ര അധികമായി പരിത്യജിക്കുന്നുവോ അത്ര അധികമായി പരിശുദ്ധാത്മാവ് നമ്മെ പ്രവർത്തന ഉന്മുഖനാക്കും. ഇന്ന് പരിശുദ്ധാത്മാവല്ല, നമ്മളാണ് പ്രവർത്തന ഉന്മുഖനായിരിക്കുന്നത്. ഉന്മുഖനായി ഒരു മുഖനായിരിക്കുകയാണ്. കൂടാതെ ആദ്യകാല നവീകരണ പ്രവർത്തകരായ പ്രൊഫസർ എഡ്വേർഡ് എഡേഴത്ത്,
റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് എന്നിവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പുതിയ തലമുറയ്ക്ക് വലിയ പ്രചോദനമായി. 4000-ഓളം പ്രതിനിധികൾ പങ്കെടുത്ത മുരിങ്ങൂരിലെ ഈ സംഗമം കഴിഞ്ഞ 50 വർഷത്തെ നേട്ടങ്ങളെ സ്മരിക്കുവാനും ഭാവിയിലേക്കുള്ള ആത്മീയ യാത്രയ്ക്ക് കരുത്തു പകരാനുമുള്ള വേദിയായി മാറി. സഭയുടെ ആഭ്യന്തര നവീകരണത്തിലും അജപാലന പ്രവർത്തനങ്ങളിലും കരിസ്മാറ്റിക് പ്രസ്ഥാനം ഇന്നും സജീവ സാന്നിധ്യമായി തുടരുന്നു. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.